പാലക്കാട് എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് വൻ തിരിച്ചടി. വൻകിട മദ്യശാലയ്ക്കുള്ള അനുമതി ഹൈക്കോടതി റദ്ദാക്കി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ല എന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭ നൽകിയ പ്രാഥമിക അനുമതി ഇന്ന് കോടതി റദ്ദാക്കിയിട്ടുള്ളത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുടെ മാത്രം പേരില്ല. സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമോ കുറ്റപ്പെടുത്തലോ ഒന്നും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. സർക്കാർ എടുത്ത തീരുമാനം നിയമപരമായിരുന്നു എന്ന് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടേ ഇല്ല. സർക്കാരിനെതിരെ എന്തോ കിട്ടിപ്പോയി എന്ന നിലയിൽ ആർക്കും ആഘോഷിക്കാൻ വകുപ്പില്ല. ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കോടതി അംഗീകരിച്ചുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതല്ലേ, സർക്കാരിന്റെ തെറ്റായ നയം പ്രതിപക്ഷത്തിൽ അതിശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ചെയ്ത കാര്യമല്ലേ, അവിടെ സമരം ചെയ്ത കാര്യമല്ലേ. ഞങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ് കോടതിയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, അല്പസമയം മുമ്പാണ് മന്ത്രി എം ബി രാജേഷ് മാധ്യമങ്ങളെ കണ്ടത്. ഇത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടുള്ള ഒരു തിരിച്ചടി എന്ന നിലയിൽ മാത്രമാണ്. ഇത് സർക്കാരിനെതിരായ തിരിച്ചടിയായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ടോ പഞ്ചായത്തിന്റെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടോ ഒന്നും കോടതി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നില്ല എന്ന കാര്യം സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷത്ത് നിന്ന് വരുന്ന വിമർശനങ്ങളെ ഏതു തരത്തിലാണ് കാണേണ്ടത്? സർക്കാരിന് എത്രത്തോളം തിരിച്ചടിയുണ്ട് അല്ലെങ്കിൽ തിരിച്ചടിയാണ് എന്ന് വിലയിരുത്താൻ കഴിയുന്ന രീതിയിലാണ് കോടതിയുടെ തീരുമാനം? വിഷ്ണു, സർക്കാരിന്റെ അവകാശവാദങ്ങൾ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഈ ബ്രൂവറി തുടങ്ങുന്ന സമയത്തും അതോടൊപ്പം തന്നെ എലപ്പുള്ളി പഞ്ചായത്തിന്റെ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുള്ളത് എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കി ചട്ടങ്ങളൊക്കെ പാലിച്ചാണ് ഇത്തരത്തിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയത്. അതിൽ കാര്യമായ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല, അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ എം ബി രാജേഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഡിവിഷൻ ബെഞ്ച് അതിൽ നിന്ന് വിഭിന്നമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഈ പ്രാഥമിക അനുമതി നൽകുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ അവിടുത്തെ പഠനം പോലും കൃത്യമായി നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഹർജിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടുത്തെ കുടിവെള്ള പ്രശ്നങ്ങളാണ്. ഇത്തരം ഒരു വലിയ പ്ലാന്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ആ പ്രദേശം ഒന്നാകെ മരുഭൂമി പോലെയായി പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതെല്ലാം ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രാഥമിക അനുമതി റദ്ദ് ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കിയത്. ഒപ്പം ഒരു നിർദ്ദേശം നൽകിയത് എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കി ചട്ടങ്ങളും പാലിച്ച് ആവശ്യമെങ്കിൽ ഇനിയും ബ്രൂവറി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കാമെന്നാണ്. പരാമർശങ്ങളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളും ഉണ്ടോ എന്നുള്ള കാര്യം വിധിപ്പകർപ്പ് വന്ന ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിധിപ്പകർപ്പ് പുറത്തു വരും. സാങ്കേതികമായി തന്നെ അല്ലെങ്കിൽ നേരിട്ട് തന്നെ സംസ്ഥാന സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് വിശേഷിപ്പിക്കാം. കാരണം സംസ്ഥാന സർക്കാർ ഉന്നയിച്ച അവകാശവാദങ്ങൾ അത്രയും വലുതായിരുന്നു. അവിടുത്തെ പഠനവുമായി ബന്ധപ്പെട്ട് നടപടിയുമൊക്കെയായി ബന്ധപ്പെട്ട് ഇത്രയേറെ വലിയൊരു പദ്ധതി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സർക്കാർ നൽകിയെന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിന്റെ വീഴ്ച അതിൽ വ്യക്തമാണ്. അത് കോടതി കണ്ടെത്തിയതും അതിൽ വ്യക്തമാണ്. സ്വാഭാവികമായി സർക്കാരിനേറ്റ തിരിച്ചടി തന്നെ വിലയിരുത്താം. ടി.കെ. ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന ഘട്ടവും ആ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടവും നമുക്ക് മുമ്പിലുണ്ട്. അത് അതിനാടകീയമായ പല സംഭവ വികാസങ്ങളിലൂടെയുമാണ് മുന്നോട്ട് പോയത്. നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന അതിശക്തമായ പ്രതിഷേധം എന്ന് മാത്രമല്ല, മുന്നണിക്കകത്ത് നിന്ന് CPI ഉയർത്തിയ പ്രതിഷേധം പോലും അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ ആ തീരുമാനവുമായി മുന്നോട്ട് പോയത്. വിഷ്ണു സുരേഷ്, സർക്കാർ വലിയ കോൺഫിഡൻസിലായിരുന്നു ആ തീരുമാനവുമായി മുന്നോട്ട് പോയത്. ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് അവിടെ ഇതിനെതിരെ ഒരു വലിയ ഗ്രാമസഭ കൂടുകയും ആ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് അതിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രതിഷേധത്തെ ഒന്നാകെ എതിർക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന സർക്കാരും എക്സൈസ് മന്ത്രിയും, പ്രത്യേകിച്ച് മന്ത്രിയുടെ ജില്ല കൂടിയാണ്. അതിൽ ഘട്ടത്തിലൊക്കെ ഇപ്പോൾ കുടിവെള്ള പ്രശ്നമാണ് അവിടെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കൃത്യമായി അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി പാരലൽ മാർഗ്ഗങ്ങൾ ഉപകരിച്ചിട്ടുണ്ട്. മഴക്കുഴി അടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് മന്ത്രി കാണിച്ചു തന്നതാണ്. പക്ഷെ അതൊന്നും കോടതിക്ക് മുമ്പാകെ പ്രൂവ് ചെയ്യാനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് കോടതിയിൽ നിന്ന് തിരിച്ചടി ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായത്. പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അവിടുത്തെ സാങ്കേതിക പ്രശ്നങ്ങളടക്കം പ്രതിപക്ഷ നേതാവും അതോടൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തതാണ്. ഒപ്പം CPIയും അവിടെ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട ജനകീയ സമരത്തിനൊപ്പം നിന്ന ആളുകളാണ് CPI. അങ്ങനെ രാഷ്ട്രീയമായി കൂടി സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുള്ള ഈ ഉത്തരവ്. ടി.കെ.
വൻകിട മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി അത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയുടെ നടപടി. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.